സോളാർ വൈദ്യുതി ഉൽപ്പാദന സംവിധാനങ്ങൾ ഗാർഹിക ഉപയോഗത്തിനായി ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവയിൽ എന്തൊക്കെ തരം സിസ്റ്റങ്ങളുണ്ട്, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ എന്ന് കൂടുതൽ പേർക്കും അറിയില്ല. അവയെക്കുറിച്ചുള്ള സമഗ്രമായൊരു പഠനമാണ് ഈ എപ്പിസോഡ്. സാധാരണയായി 3 തരം സോളാർ ടെക്നോളജികളാണ് ഇന്ന് ഗ്രിഡ് ടൈ ഇൻവെർട്ടർ സിസ്റ്റങ്ങളിൽ ഉപയോഗത്തിലുള്ളത്. ഒന്ന് സ്ട്രിംഗ് ഇൻവെർട്ടർ സോളാർ സിസ്റ്റം, രണ്ടാമത്തേത് മൈക്രോ ഇൻവെർട്ടർ സോളാർ സിസ്റ്റം, മൂന്നാമത്തേത് ഹൈബ്രിഡ് ഇൻവെർട്ടർ സോളാർ സിസ്റ്റം. ഒന്നാമതായി സ്ട്രിംഗ് ഇൻവെർട്ടർ സോളാർ സിസ്റ്റം എന്താണ്? സോളാർ പാനലുകൾ സീരീസായി കണക്ട് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ DC വോൾട്ടേജ് ഒരു ഇൻവെർട്ടറിൽ എത്തിച്ച് AC ആയി മാറ്റി ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. ഗ്രിഡിൽ വൈദ്യുതി ഉള്ളപ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. മാത്രമല്ല, ഏതെങ്കിലും ഒരു പാനലിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ കുറവ് വന്നാൽ മൊത്തം ഔട്ട്പുട്ടിനെയും അത് ബാധിക്കുമെന്നതാണ് ഒരു ന്യൂനത. അതുകൊണ്ട് തന്നെ നിഴൽ കാരണം സൂര്യപ്രകാശം ഭാഗികമായി തടസ്സപ്പെടുന്ന ഇടങ്ങളിൽ ഇത് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയില്ല, അഥവാ ഉൽപ്പാദനം കുറവായിരിക്കും. ഭാവിയിൽ കൂടുതൽ പാനലുകൾ വെച്ച് സിസ്റ്റം വിപുലീകരിക്കുന്നത് ഒരു പുതിയ സിസ്റ്റം സ്ഥാപിക്കുന്ന പോലെ ചെലവേറിയ ഒരു കാര്യമാണ്. എന്നാൽ ഒപ്റ്റിമൈസറുകൾ ഉപയോഗിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധിക്കും. സ്ട്രിംഗ് ഇൻവെർട്ടറുകളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചില ബ്രാൻഡുകൾ ഏതാണ്? AI പവേർഡ് സ്ട്രിംഗ് ഇൻവെർട്ടറുകൾക്ക് പേര് കേട്ടതാണ് ഹുവാവേ. സ്മാർട്ട് എനർജി സൊല്യൂഷനുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഹുവാവേ. ചൈനയാണ് ഇതിൻ്റെ ഉൽപ്പാദകർ. എല്ലാ സ്കെയിലുകൾക്കുമായി ഉയർന്ന കാര്യക്ഷമതയും വിശ്വസനീയവുമായ ഇൻവെർട്ടറുകളിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് PV ഇൻവെർട്ടർ കയറ്റുമതിയിൽ ആഗോള നേതാക്കളിൽ ഒന്നാണ് സൺഗ്രോ ഇൻവെർട്ടറുകൾ. ഇതും ചൈനീസ് നിർമ്മിതമാണ്. ഗ്രിഡ് ടൈ സിസ്റ്റങ്ങളിലെ ഗുണനിലവാരത്തിനും ദീർഘായുസിനും പേരുകേട്ട പ്രീമിയം യൂറോപ്യൻ ബ്രാൻഡാണ് SMA. ഇതൊരു ജർമ്മൻ പ്രൊഡക്റ്റാണ്. റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ സ്ട്രിംഗ് ഇൻവെർട്ടറുകളിലെ ഒരു മികച്ച ഓപ്ഷനാണ് ഗ്രോവാട്ട്. ഇതും ചൈനീസ് നിർമ്മിതമാണ്. സ്ട്രിംഗ് ഇൻവെർട്ടർ സാങ്കേതിക വിദ്യയിൽ വളരെയധികം വൈദഗ്ധ്യം നേടിയ ഒരു പയനിയർ സ്ഥാപനമാണ് സോളിസ്. ചൈനയിൽ നിന്നാണ് ഇതും ഇറക്കുമതി ചെയ്യുന്നത്. സ്ട്രിംഗ് ഇൻവെർട്ടർ ടെക്നോളജിയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു ചൈനീസ് ബ്രാൻഡാണ് ഡൈ. DC ഒപ്റ്റിമൈസറുകളുമായി സംയോജിപ്പിച്ച് സ്മാർട്ട് സ്ട്രിംഗ് ഇൻവെർട്ടറുകൾക്ക് പേര് കേട്ടതാണ് സോളാർ എഡ്ജ് എന്ന ഇസ്രായേൽ പ്രോഡക്റ്റ്. ഗുണമേന്മയുള്ളതും കരുത്തുറ്റതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം പേരുകേട്ട ഒരു ഓസ്ട്രിയൻ കമ്പനിയാണ് ഫ്രോണിയസ്. KACO എന്ന ഇൻവെർട്ടർ ബ്രാൻഡ് ഒരു ജർമ്മൻ പ്രോഡക്റ്റാണ്. ഹുവാവേ, സൺഗ്രോ, ഗ്രോവാട്ട്, സോളിസ്, ഗുഡ്വി, സോഫാർ ഇവയെല്ലാം ചൈനയിൽ നിർമ്മിച്ചാണ് നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എൻഫേസ് എന്നത് അമേരിക്കയുടെ ഒരു പ്രശസ്തമായ ഇൻവെർട്ടർ നിർമ്മാതാക്കളാണ്. ഇവർ കൂടുതൽ അറിയപ്പെടുന്നത് മൈക്രോ ഇൻവെർട്ടറുകളിലാണ്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഡെൽറ്റ ഇലക്ട്രോണിക്സ് തായ്വാനിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു അറിയപ്പെടുന്ന ഇൻവെർട്ടർ ബ്രാൻഡാണ്. ഹാവൽസ്, ഈസ്റ്റ്മാൻ തുടങ്ങിയ ബ്രാൻഡുകൾ ഇന്ത്യയുടെ സ്വന്തം പ്രോഡക്റ്റുകളായും അവൈലബിൾ ആണ്. ഇവയിൽ നിന്ന് നിങ്ങളുടെ കപ്പാസിറ്റിക്കും ബഡ്ജറ്റിനും ഇണങ്ങിയ ഇൻവെർട്ടറുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചില പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ എപ്പോഴും ലഭ്യമാവണമെന്നില്ല. മൈക്രോ ഇൻവെർട്ടർ സോളാർ സിസ്റ്റം ഇന്ന് മറ്റൊരു നൂതന സോളാർ ഇൻവെർട്ടർ ടെക്നോളജിയാണ്. ഈ സിസ്റ്റത്തിൽ ഓരോ സോളാർ പാനലിനോടും ചേർന്ന് ഓരോ മൈക്രോ ഇൻവെർട്ടർ യൂണിറ്റ് സ്ഥാപിച്ച് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഗ്രിഡിലേക്ക് നൽകുന്ന ഒരു രീതിയാണ്. ഓരോ സോളാർ പാനലിലെയും വൈദ്യുതി ഉൽപ്പാദനം മറ്റു പാനലുകളിലെ ഉൽപ്പാദനത്തെ ആശ്രയിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഓരോ പാനലിൻ്റെയും ഉൽപ്പാദനം പരമാവധി ഉപയോഗപ്പെടുത്താനും ഉൽപ്പാദന തോത് വ്യക്തമായി മോണിറ്റർ ചെയ്യാനും സാധിക്കും. നിഴൽ കാരണം ഭാഗികമായി സൂര്യപ്രകാശം തടസ്സപ്പെടുന്ന ഇടങ്ങളിൽ ഏറ്റവും അനുയോജ്യമാണ് ഈ സിസ്റ്റം. പിന്നീട് കൂടുതൽ പാനലുകൾ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താൻ വളരെ എളുപ്പവുമാണ്. ഇത് സ്ഥാപിക്കുന്നത് സാധാരണ സ്ട്രിംഗ് ഇൻവെർട്ടർ സിസ്റ്റത്തെക്കാൾ താരതമ്യേന ചിലവേറിയ കാര്യമാണെങ്കിലും ഭാവിയിൽ സിസ്റ്റം വിപുലീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും ഇത് നല്ലൊരു ഓപ്ഷനാണ്. മുൻനിര ആഗോള ഗ്രിഡ് ടൈ മൈക്രോ ഇൻവെർട്ടർ ബ്രാൻഡുകൾ ഏതൊക്കെ? ഉയർന്ന വിശ്വാസ്യത, മൊഡ്യൂൾ ലെവൽ നിരീക്ഷണം, എളുപ്പത്തിലുള്ള ഇൻസ്റ്റലേഷൻ എന്നിവയ്ക്ക് പേര് കേട്ട മൈക്രോ ഇൻവെർട്ടർ സാങ്കേതിക വിദ്യയിലെ ആഗോള നേതാവാണ് അമേരിക്കൻ ബ്രാൻഡായ എൻഫേസ്. ഉയർന്ന ഔട്ട്പുട്ട് മൾട്ടി മൊഡ്യൂൾ മൈക്രോ ഇൻവെർട്ടറുകൾ, അതായത് ഡുവൽ ക്വാഡ് മൈക്രോ ഇൻവെർട്ടറുകൾ സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്ന ഒരു ചൈനീസ് നിർമ്മിത അമേരിക്കൻ ബ്രാൻഡാണ് AP സിസ്റ്റംസ്. ഉയർന്ന കാര്യക്ഷമതക്കും റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ പ്രോജക്റ്റുകൾക്കും അനുയോജ്യമായ മൈക്രോ ഇൻവെർട്ടറുകളുടെ വിശാലമായ ശ്രേണിക്ക് പേര് കേട്ടതാണ് ഹൊയ്മെയിൽസ് എന്ന ചൈനീസ് ഉൽപ്പന്നം.
നിയോ 2000 MX ക്വാഡ് മൈക്രോ ഇൻവെർട്ടർ നിർമ്മിക്കുന്ന സ്മാർട്ട് ഹോം സൊല്യൂഷനുകൾക്ക് ജനപ്രീതി നേടിയ ഒരു ചൈനീസ് ബ്രാൻഡാണ് ഗ്രോവാട്ട്. മത്സരാധിഷ്ഠിത മൈക്രോ ഇൻവെർട്ടർ വിപണിയിലെ വളർന്നു വരുന്ന ഒരു കളിക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു ചൈനീസ് ബ്രാൻഡാണ് ZJ Beny. വ്യത്യസ്ത മാനുഫാക്ചേഴ്സിൽ നിന്നും വ്യത്യസ്തങ്ങളായ മോഡലുകൾ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഹൈബ്രിഡ് ഇൻവെർട്ടർ സോളാർ സിസ്റ്റം എന്താണ്? ഇത് അല്പം ചെലവേറിയ എന്നാൽ കൂടുതൽ കാര്യക്ഷമമായ ഒരു ടെക്നോളജിയാണ്. ഒരു സാധാരണ ബാറ്ററി ഇൻവെർട്ടറും ഒരു ഗ്രിഡ് ടൈ ഇൻവെർട്ടറും കൂടി ചേർന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കപ്പാസിറ്റി അനുസരിച്ച് ലിഥിയം ബാറ്ററികളിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും. ഗ്രിഡിൽ വൈദ്യുതി നിലച്ചാലും ബാറ്ററികളിൽ നിന്നും പാനലുകളിൽ നിന്നും ഉൽപ്പാദനവും ചാർജിങ്ങും ഒരേ സമയം നടക്കും. അതിനാൽ തന്നെ ലോഡ് ബാലൻസിങ് ഓട്ടോമാറ്റിക്കായി നടക്കുന്നു. ഗ്രിഡ് ഓണാകുമ്പോൾ അധികമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാനും സാധിക്കും. എന്നാൽ ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കുന്നതിനാൽ വളരെ ചെലവേറിയ ഒരു രീതിയാണിത്. പക്ഷേ ലോഡിനനുസരിച്ച് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മുഴുവൻ സമയ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം. അതുകൊണ്ട് തന്നെ KSEB ഇപ്പോൾ കൂടുതലായി റെക്കമെൻഡ് ചെയ്യുന്നത് ഇത്തരം സിസ്റ്റങ്ങളെയാണ്. മികച്ച ഹൈബ്രിഡ് ഇൻവെർട്ടർ ബ്രാൻഡുകൾ നോക്കാം. നൂതനവും വിശ്വസനീയവുമായ 3 കിലോവാട്ട് മുതൽ 80 കിലോവാട്ട് വരെയുള്ള ഹൈബ്രിഡ് സൊല്യൂഷനുകൾക്ക് പേര് കേട്ടതാണ് ഡൈ എന്ന ചൈനീസ് ബ്രാൻഡ്. വാണിജ്യ റെസിഡൻഷ്യൽ മേഖലകളിൽ ഉയർന്ന വിപണി വിഹിതമുള്ള ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ സൺഗ്രോ ബ്രാൻഡിൽ ലഭ്യമാണ്. ഉയർന്ന കാര്യക്ഷമത അതായത് 98.8 വരെ എഫിഷ്യൻസി അവകാശപ്പെടുന്ന ഹൈബ്രിഡ് സ്ട്രിംഗ് ഇൻവെർട്ടറുകൾ നിർമ്മിക്കുന്ന ബ്രാൻഡാണ് സോളിസ്. താങ്ങാനാവുന്നതും ബുദ്ധിപരവുമായ ഹൈബ്രിഡ് ഊർജ്ജ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾക്ക് ഗുഡ്വി ഇൻവെർട്ടർ സിസ്റ്റം വളരെ മികച്ചതാണ്. യൂറോപ്യൻ ഗ്രേഡ് സാങ്കേതിക വിദ്യ ശക്തമായ ഹൈബ്രിഡ് സജ്ജീകരണങ്ങൾ സംയോജിപ്പിച്ചതാണ് ഫ്രോണിയസ്. ഹൈബ്രിഡ് സിസ്റ്റങ്ങളിൽ ഇന്ത്യൻ ബ്രാൻഡുകളും ലഭ്യമാണ്. 98% കാര്യക്ഷമത, ഉയർന്ന നിലവാരമുള്ള നിർമ്മാണം എന്നിവയ്ക്ക് ഉയർന്ന റാങ്കുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഗ്രോൺസോൾ. സോളാർ ഇൻവെർട്ടർ സീരീസിന് വിശ്വസനീയമായ ഉപഭോക്തൃ സേവനത്തിനും പേരുകേട്ട ഒരു മാർക്കറ്റ് ലീഡറാണ് ലൂമിനസ്. താങ്ങാനാവുന്ന വിലക്ക് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഓപ്ഷനുകൾക്കായി ഗ്രാമീണ അർദ്ധ നഗര പ്രദേശങ്ങളിൽ ജനപ്രിയമായ ഒരു ബ്രാൻഡാണ് UTL സോളാർ. ചെറിയ വീടുകളുടെ ഇൻസ്റ്റാളേഷനുകൾക്ക് അനുയോജ്യമായ വിശ്വസനീയവും താങ്ങാനാവുന്നതുമായ ഒരു പരിഹാരമാണ് മൈക്രോടെക്. എൻവിറോ GTI സീരീസിന് കീഴിൽ ഉയർന്ന കാര്യക്ഷമതയുള്ള ഇൻവെർട്ടറുകൾ ഹാവൽസ് വാഗ്ദാനം ചെയ്യുന്നു. ഇനി സോളാർ പാനലുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. വിവിധ ഇനം പാനലുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. സാധാരണയായി പോളിക്രിസ്റ്റലൈൻ, മോണോക്രിസ്റ്റലൈൻ എന്ന 2 തരം പാനലുകളുടെ ഉപവിഭാഗങ്ങളായി പല പരിഷ്കാരങ്ങളും പാനലുകളിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അനുദിനം എഫിഷ്യൻസി കൂടിയ സോളാർ പാനലുകൾ രംഗത്ത് വരുന്നു. മോണോ ക്രിസ്റ്റലൈൻ ഹാഫ് കട്ട് ബൈഫേഷ്യൽ P ടൈപ്പ് സോളാർ പാനലുകളാണ് ഈ അടുത്ത നാളുകൾ വരെ സോളാർ ഇൻസ്റ്റലേഷന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന് മുകൾ വശത്തിന് പുറമെ പുറകു വശത്ത് റിഫ്ലക്റ്റ് ചെയ്ത് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നത് കൂടുതൽ എഫിഷ്യൻസി നൽകുന്നു. മുകൾ വശം തന്നെ പകുതിയുമായി സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഭാഗികമായി നേളുകൾ വന്നാലും എഫിഷ്യൻസിയിൽ വലിയ മാറ്റമില്ലാതെ ഉൽപ്പാദനം നടത്താം. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തി ഇപ്പോൾ ടോപ്കോൺ ടെക്നോളജി ഉപയോഗിക്കുന്ന N ടൈപ്പ് പാനലുകളാണ് ഈ രംഗം കൈയടക്കിയിട്ടുള്ളത്. ദിനം തോറും എഫിഷ്യൻസിയിലും ഡ്യൂറബിലിറ്റിയിലും മേന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മത്സരബുദ്ധിയോടെയും മുന്നേറുന്ന സോളാർ പവർ പ്ലാന്റുകൾക്ക് ഈയിടെയായി സർക്കാരിൻ്റെ സബ്സിഡി കൂടി ലഭിച്ചതോടെ സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കോൺഫിഗറേഷനുകൾ വ്യാപകമായി കഴിഞ്ഞു. മികച്ച സോളാർ പാനൽ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. USA നിർമ്മിതമായ സൺ പവർ, മാക്സിയോൺ, ഫസ്റ്റ് സോളാർ, മിഷൻ സോളാർ എന്നിവ മാർക്കറ്റിൽ ലഭ്യമാണ്. ജിങ്കോ സോളാർ, ട്രീന സോളാർ, JA സോളാർ, ലോങ്കി, കനേഡിയൻ സോളാർ തുടങ്ങിയ ചൈനീസ് ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. പാനസോണിക്, ഷാർപ്പ്, ക്യോസറ തുടങ്ങിയവ ജപ്പാൻ ബ്രാൻഡുകളും ഇവിടെ ലഭ്യമാകുന്നുണ്ട്. AE സോളാർ, ക്യൂസെൽസ് തുടങ്ങിയവ ജർമ്മനിയുടേതാണ്. ടാറ്റ പവർ സോളാർ, വിക്രം സോളാർ, ലൂം സോളാർ, റിന്യൂസീസ്, വാരി, അദാനി തുടങ്ങിയ ഇന്ത്യൻ ബ്രാൻഡുകളും ധാരാളമായി ലഭ്യമാണ്. ഇന്ത്യയിലെ മുൻനിര സോളാർ നിർമ്മാതാക്കൾ ആരൊക്കെയാണ്? 12 ജിഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാതാവാണ് വാരി സോളാർ. സെല്ലുകൾക്കും മൊഡ്യൂളുകൾക്കുമായി 4 ജിഗാവാട്ട് ശേഷിയുള്ള ഒരു മുൻനിര നിർമ്മാതാവാണ് അദാനി സോളാർ. പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്തുള്ള റെസിഡൻഷ്യൽ വൻകിട വ്യാവസായിക പദ്ധതികൾക്ക് വളരെ വിശ്വസനീയമാണ് ടാറ്റ പവർ സോളാർ.
ഉയർന്ന കാര്യക്ഷമതയുള്ള മോണോ ക്രിസ്റ്റലിൻ മൊഡ്യൂളുകളുള്ള വിശ്വസനീയമായ ബ്രാൻഡാണ് വിക്രം സോളാർ. നൂതന മോണോ PERC ഷാർക്ക് ബൈഫേഷ്യൽ സോളാർ പാനലുകൾക്ക് പേരുകേട്ടതാണ്. റെസിഡൻഷ്യൽ മേൽക്കൂരകൾക്ക് ജനപ്രിയമാണ് ലൂം സോളാർ. ഉയർന്ന കാര്യക്ഷമതയുള്ള ടോപ്കോൺ ബൈഫേഷ്യൽ മൊഡ്യൂളുകൾ അതിവേഗം വളർന്നു വരുന്ന ഒരു ജേതാവാണ് റെയ്സൺ സോളാർ. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ പരിഹാരങ്ങൾക്ക് പേരുകേട്ട ഗുജറാത്ത് ആസ്ഥാനമായുള്ള വളർന്നു വരുന്ന ബ്രാൻഡാണ് ഗോൾഡി സോളാർ. സോളാർ മൊഡ്യൂളുകൾ, സെല്ലുകൾ, ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയവരാണ് റിന്യൂസിസ്. റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ ആപ്ലിക്കേഷനുകളിൽ 30-ലധികം വർഷത്തെ വൈദഗ്ധ്യമുള്ളവരാണ് MV സോളാർ എന്നാണ് അവകാശപ്പെടുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള സോളാർ മൊഡ്യൂളുകൾക്കും പേരുകേട്ടതാണ് സ്വാത്തിക് ഗ്രീൻ എനർജി. വാരി, വിക്രം, അദാനി തുടങ്ങിയ ബ്രാൻഡുകളെ പൊതുവെ ടയർ 1 ബ്രാൻഡുകളായി കണക്കാക്കപ്പെടുന്നു. കുറഞ്ഞത് 20 വർഷത്തെ പെർഫോമൻസ് വാറണ്ടിയാണ് നല്ല പാനൽ നിർമ്മാതാക്കളെല്ലാം വാഗ്ദാനം ചെയ്യുന്നത്. വ്യക്തമായ ഒരു ധാരണയില്ലാതെ പലരും ഇൻസ്റ്റലേഷൻ നടത്തിയതിനാൽ ശരിയായ വിൽപ്പനാനന്തര സേവനങ്ങളോ സർവീസോ ലഭ്യമാവാതെയും അമിത വില നൽകേണ്ടി വന്നും ധാരാളം ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ഗുണദോഷങ്ങളെപ്പറ്റിയും വിശ്വസ്തരായ എക്സ്പേർട്ടുകളുമായി ചർച്ച ചെയ്ത് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ബഡ്ജറ്റിനും ലോഡിനും ലൊക്കേഷനും അനുയോജ്യമായ സിസ്റ്റങ്ങൾ തിരഞ്ഞെടുക്കാവൂ. നിങ്ങൾക്ക് പുതിയ സോളാർ സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ അവയുടെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ താഴെ കാണുന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.